ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ച് കറിയാണ്. നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ലഞ്ചിൻ്റെ കൂടെ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ ചക്കക്കുരു ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ. കുറച്ച് ആവശ്യത്തിന് കൂടുതൽ പച്ചമുളക് ഇട്ടെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. പച്ചമുളക് നമ്മളൊരു 7-8 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലോട്ട് തീരെ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർക്കപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും, അല്ലാണ്ട് നമുക്ക് ചട്ടിയിലും വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മുരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ എല്ലാവരുടെ വീട്ടുമുറ്റത്തും നമുക്ക് നന്നായിട്ട് പച്ചപ്പിലുണ്ടാവുന്ന ഈ ഒരു മുരിങ്ങ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ മുരിങ്ങയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കണം. നമ്മൾ ചക്കക്കുരുവും മുരിങ്ങ വെക്കുമ്പോൾ തേങ്ങ കൂടുതലായിട്ട് എടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. കുറച്ച് തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെള്ളം വിട്ട് ചാറ് പോലെയാവും. അപ്പോൾ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു കറി വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 വെളുത്തുള്ളിയും അതുപോലെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് ചെറുതായിട്ട് ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഫേവറേറ്റ് നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത്. തേങ്ങ ഒരു പകുതി അരപ്പായതിന് ശേഷമാണ് ഞാനിവിടെ ജീരകം ചേർത്ത് കൊടുത്തത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ കുക്കറിൽ വേവിച്ചിട്ടുള്ള ആ ഒരു ചക്കക്കുരു നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അത്യാവശ്യം ചാറോട് കൂടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഒരുപാട് വെള്ളം ചേർക്കേണ്ട കേട്ടോ. ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 കൊട്ടയ്ക്ക് മുരിങ്ങ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് താഴ്ന്നതിന് ശേഷം മാത്രം നമുക്ക് മറ്റേ മുരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ മറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മുരിങ്ങ നമ്മൾ എത്ര എടുക്കുവാണെങ്കിലും വെള്ളം പെട്ടെന്ന് താഴ്ന്ന് കിട്ടുമല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമ്മൾ വെള്ളം ചേർത്തിട്ട് ഒന്ന് താഴ്ന്നിട്ട് കൂടുതൽ മുരിങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതായത് ആ ഒരു പച്ച കളറ് മാറി കിട്ടാണ്ട് തന്നെ ഒരു ഹാഫ് വേവിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മളുടെ ആ ഒരു അരപ്പുണ്ടല്ലോ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുത്തുള്ള ആ ഒരു അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് തിളപ്പിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വെള്ളം വിട്ട് ചാറാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു 2 മിനിറ്റ് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഊണിനുള്ള കറി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് കടുക് വറുക്കണം. അപ്പോൾ നമുക്ക് കടുക് വറുത്തിട്ട് എടുക്കാം. കടുക് വറുക്കാനായിട്ട് ഇനി കൊച്ചുള്ളി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് എടുക്കാം. അല്ല കടുകും അതുപോലെ തന്നെ ഉണക്കമുളകും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറവെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചേർത്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. ഒരു 4 വറ്റൽമുളകുകളും കൂടെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം നമ്മളുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മുരിങ്ങ കറി അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ച് കറിയായിട്ട് നമുക്കിത് ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.
അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം.